നമസ്കാരം. പാർപ്പിട നിർമ്മാണം സംബന്ധിച്ച് ഉൾക്കാഴ്ച പകർന്നു നൽകുന്ന പുതിയൊരു പരമ്പര ഞങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ഹോംസ് എന്ന ഈ പരമ്പരയുടെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യർക്ക് അടിസ്ഥാനപരമായി കുറേ ആവശ്യങ്ങളുണ്ട്. വായു, വെള്ളം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെ. അതിൽ പാർപ്പിടം എന്നത് കാറ്റും മഴയും മഞ്ഞും വെയിലും പോലുള്ള പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ഉപാധിയാണ് നമുക്ക്. എന്നാൽ പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മാത്രമായി നാം ഇന്ന് വീട് നിർമ്മിക്കാറില്ല. വീട് നമുക്കിന്ന് നമ്മുടെ അന്തസ്സിന്റെ അടയാളമാണ്, സമ്പത്തിന്റെയും പ്രൗഢിയുടെയും അളവുകോലാണ്. എല്ലാത്തിനുമുപരി വീട് നമ്മുടെ വ്യക്തിത്വത്തിന്റെയും എസ്തെറ്റിക് സെൻസിന്റെയും പ്രതിരൂപം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീട് നിർമ്മിക്കുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പരമ്പരയാണ് ബ്യൂട്ടിഫുൾ ഹോംസ്. കേരളത്തിന് അകത്തും പുറത്തും നിർമ്മിച്ച മനോഹരമായ വീടുകളുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ പരമ്പരയുടെ ഹൈലൈറ്റ്. ഇപ്പോൾ കണ്ടതുപോലെയുള്ള മനോഹരമായ വീടുകൾ, അവയുടെ ഡിസൈൻ സുപ്പീരിയോറിറ്റി, നിർമ്മാണ ശൈലി, നിർമ്മാണത്തിന് ഉപയോഗിച്ച മെറ്റീരിയലുകൾ, അവയുടെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് ഈ പരമ്പരയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. ഒപ്പം പാർപ്പിട നിർമ്മാണ മേഖലയിലെ വിദഗ്ധർ നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങളും ഈ പരമ്പരയിൽ ഉണ്ടാകും. ബ്യൂട്ടിഫുൾ ഹോംസ് എന്ന ഈ പരമ്പരയുടെ കണ്ടന്റ് എന്തായിരിക്കുമെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി നമുക്ക് ഈ പരമ്പരയുടെ ആദ്യ സെഗ്മെന്റിലേക്ക് കടക്കാം. കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുശാസ്ത്ര ശൈലിയോട് സാമ്യമുള്ള രീതിയിൽ നിർമ്മിച്ച ഒരു വീടിന്റെ കാഴ്ചകളാണ് ആദ്യം കാണുക. മേച്ചേരി മഠം. മൂവാറ്റുപുഴയ്ക്ക് സമീപമുള്ള മനോഹരമായൊരു വീടാണിത്. 50 സെന്റോളം വിസ്തൃതിയുള്ള വിശാലമായൊരു പ്ലോട്ടിന്റെ മധ്യേ ഒറ്റ നിലയായി നിർമ്മിച്ച ഒരു വീട്. കേരളത്തിന്റെ ട്രഡീഷണൽ ആർക്കിടെക്ചർ അനുസരിച്ച് നിർമ്മിച്ച ഒരു വീടാണിത്. എക്സ്റ്റീരിയർ ഡിസൈനിലും ഉൾമുറി ക്രമീകരണങ്ങളിലും ഈ വീടിന്റെ ശൈലി തീർത്തും കേരളീയമാണ്. 4000 സ്ക്വയർ ഫൂട്ടാണ് ഈ വീടിന്റെ വലിപ്പം. ഒറ്റ നിലയിൽ തന്നെ 4 കിടപ്പുമുറികളും അനുബന്ധ സജ്ജീകരണങ്ങളും ഉൾപ്പെടുത്തിയുള്ള രൂപകൽപ്പന. ഒരു നടുമുറ്റത്തിന് ചുറ്റുമായാണ് ഈ വീട്ടിലെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വിസ്തൃതമായ ഈ മുൻ വരാന്തയാണ് ഈ വീട്ടിലെ ആദ്യ സൗകര്യം. വരാന്തയിൽ നിന്ന് എൻട്രി നൽകി ഒരു ഫോർമൽ ലിവിംഗ് ഏരിയയാണ്. പിന്നെ അതിനരികിലായി 2 ബെഡുകൾ നൽകിയുള്ള ഒരു ഗസ്റ്റ് ബെഡ്റൂം. ബാക്കിയുള്ള സജ്ജീകരണങ്ങളൊക്കെയും ഈ നടുമുറ്റത്തിന് ചുറ്റുമായാണ്. നടുമുറ്റത്തിന്റെ 4 ഭാഗത്തും വലിയ വരാന്ത പോലെ നൽകിയ ഓപ്പൺ സ്പേസ്. ഈ ഓപ്പൺ ഏരിയയിൽ ഒരു ഭാഗത്ത് ഫോർമൽ ഡൈനിങ് ഏരിയയാണ്. മറ്റൊരു ഭാഗത്തായി ഒരു ഫാമിലി സിറ്റിംഗ് സ്പേസ്. പിന്നെ ഈ കിച്ചൺ, ഈ മാസ്റ്റർ ബെഡ്റൂം, ഈ നിസ്കാരമുറി, അതിന് തൊട്ടരികിലായി മറ്റൊരു കിടപ്പറ, പിന്നെ ഒരു പാഷ്യോ ഏരിയ എന്ന് പറയാവുന്ന ഈ സ്പേസ്. അതിനിപ്പുറത്തായി ഇവിടുത്തെ 4ാമത്തെ കിടപ്പറ. ഇത്രയുമാണ് ഈ വീടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ. മൂവാറ്റുപുഴയിലെ പ്രമുഖ ഗോൾഡ് മർച്ചന്റായ ശ്രീ മൂസയുടേതാണ് ഈ വീട്. ഭാര്യയും 2 ആൺമക്കളും അവരുടെ ഭാര്യമാരും പേരക്കിടാങ്ങളും ഉൾപ്പെട്ട കുടുംബാംഗങ്ങളുടെ സൗകര്യാർത്ഥം 2 വർഷം മുൻപാണ് ഈ വീട് ഇദ്ദേഹം നിർമ്മിച്ചത്. വീട് നിർമ്മിക്കുന്നത് ഒറ്റ നിലയിൽ തന്നെ മതി എന്നതും അത് കേരളീയ വാസ്തുകലാശൈലിയിൽ മതി എന്നതും ശ്രീ മൂസ നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച കാര്യമായിരുന്നു. ഞാൻ പല 2 നില വീടുകളും കണ്ടു. അതിൻ്റെ മുകളിലത്തെ നില ആരും തന്നെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പം ഞാൻ നിർമ്മിക്കുന്ന വീട് 1 നില മതി
എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഈ വീട് നിർമ്മിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ വിശദമായ കാഴ്ചകളാവാം. ആർക്കിടെക്ചറലായ സവിശേഷതകൾ, മുറികൾ ഒരുക്കിയതിൻ്റെ പ്രത്യേകതകൾ കാണുക. 50 സെന്റ് വരുന്ന വലിയ പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലോട്ട് മുഴുവനും വിശാലമായ പുൽത്തകിടിയാണ്. അതിന് മധ്യേ പെർമൻ ടൈൽസ് പതിച്ച വലിയ മുറ്റം. വീടിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് പ്ലോട്ടിന്റെ മധ്യത്തിലാണ്. ഓൾറൗണ്ട് കോമ്പൗണ്ട് വാൾ നൽകിയുള്ളതാണ് പ്ലോട്ട്. 2 ഗേറ്റുകളാണ് ഈ വീട്ടിനുള്ളത്. ഒന്ന് ഈ കാർ ഗേറ്റ്, രണ്ടാമത്തേത് വീടിന്റെ എൻട്രി ഡോറിന് നേരെ മുന്നിലായി നൽകിയ ഈ വിക്കറ്റ് ഗേറ്റ്. കാർ ഗേറ്റിൽ നിന്ന് കാർ പോർച്ചോളം നീളുന്ന ഡ്രൈവ് വേയുമുണ്ട്. മെയിൻ ഹൗസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കും വിധമാണ് കാർ പോർച്ചിന്റെ നിർമ്മാണം. 2 വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യം പോർച്ചിനുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരിഷ്ടം തോന്നിക്കുന്ന ഒരു എക്സ്റ്റീരിയർ ബ്യൂട്ടിയുണ്ട് ഈ വീടിന്. ഒട്ടും ആർഭാടങ്ങളോ കെട്ടുകാഴ്ചകളോ ഒന്നുമില്ലാത്ത ഒരു എക്സ്റ്റീരിയർ. കേരള സ്റ്റൈൽ ആർക്കിടെക്ചറിന്റെ ലാളിത്യമാണിത്. ഒറ്റ നിലയിൽ നിർമ്മിച്ച വീട്, അതിന് സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ. ഓടുമേഞ്ഞതാണ് ഈ മേൽക്കൂര. അവിടവിടായി ചില മുഖപ്പുകൾ നൽകിയതും ആകർഷകം. കേരള സ്റ്റൈലിലുള്ള വീട് തന്നെ വേണമെന്ന കാഴ്ചപ്പാടിലാണ് ഓടുമേഞ്ഞ ചെരിഞ്ഞ മേൽക്കൂര ഈ വീടിന് നൽകിയത്. നിർമ്മാണ ശൈലി അനുസരിച്ച് പറഞ്ഞാൽ ഇത് ഒറ്റ നിലയിൽ കോൺക്രീറ്റ് വീടായാണ് ആദ്യം നിർമ്മിച്ചത്. ആ ഫ്ലാറ്റ് റൂഫിന് മുകളിൽ ഇരുമ്പ് സെഷൻ തീർത്ത് ഓടുമേഞ്ഞതാണ് ഈ മേൽക്കൂര. വീടിന് ട്രഡീഷണൽ സ്റ്റൈൽ റൂഫിംഗ് പാറ്റേൺ നൽകിയത് അങ്ങനെയാണ്. സ്റ്റൈൽ വീടുകൾക്കുള്ളതുപോലെ നീണ്ടൊരു വരാന്ത കൂടി നൽകിയാണ് ഈ വീടിന്റെ നിർമ്മാണം. ഇതൊരു സിറ്റൗട്ടായി കൂടി പ്രയോജനപ്പെടുത്താം. നിരവധി പില്ലറുകളും വരാന്തയിലുടനീളമുണ്ട്. മാർബിൾ ഫ്ലോറോട് കൂടിയതാണ് ഈ വരാന്ത. വരാന്തയുടെ മധ്യഭാഗത്തായാണ് വീട്ടിലേക്കുള്ള എൻട്രി ഡോർ. ടീക്ക് വുഡിൽ തീർത്ത മനോഹരമായ വാതിൽ. അത് തുറക്കുന്നത് ഈ ഫോർമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. സിന്തറ്റിക് ലെതർ കൊണ്ടുള്ള സോഫ സെറ്റുകൾ വിന്യസിച്ച ഭംഗിയേറിയ ഒരു ലിവിംഗ് സ്പേസ്. ഈ വീട്ടിൽ നാം പ്രവേശിക്കുന്ന ആദ്യ ഇടം ഈ ലിവിംഗ് ഏരിയയാണ്. വീട്ടിലെ മറ്റു മുറികളിലേക്ക് വ്യൂ കിട്ടാത്ത വിധം നല്ല പ്രൈവസിയോടെയാണ് ഇതിന്റെ ഡിസൈൻ. അതുകൊണ്ടുള്ള മെച്ചം, ഫോർമൽ ഗസ്റ്റുകളുടെ സാന്നിധ്യം വീട്ടിലെ മറ്റുള്ളവരുടെ സ്വകാര്യതയെ ബാധിക്കുന്നില്ല എന്നതാണ്. ഈ ലിവിംഗ് ഏരിയയുടെ അടുത്തായാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം. കാണുക. ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം. വീടിന്റെ ഈ കോർണറിലാണ് ഇതിന്റെ സ്ഥാനം. ഗസ്റ്റുകളുടെ സൗകര്യം കണക്കിലെടുത്ത് 2 കട്ടിലുകൾ നൽകിയുള്ള ഫർണിഷിംഗ്, ഭംഗിയേറിയ ജാലകവിരികൾ മുറിക്ക് പ്രത്യേക ഭംഗി നൽകുന്നു. ഡ്രസ്സിംഗ് ഏരിയ, മോഡേൺ ശൈലിയിലുള്ള ബാത്റൂം എന്നിവ കൂടി ഈ ഗസ്റ്റ് ബെഡ്റൂമിനുണ്ട്. ഈ വീട്ടിലെ മറ്റു കിടപ്പുമുറികളിൽ നിന്ന് ഒരല്പം അകലെയാണ് ഈ കിടപ്പറ. അതിനാൽ ഗസ്റ്റുകൾക്ക് നല്ല പ്രൈവസി ലഭിക്കും എന്നൊരു മെച്ചമുണ്ട്. അങ്ങനൊരു പ്രൈവസി നൽകാൻ വേണ്ടി തന്നെയാണ് ഈ വിധം ഡിസൈൻ ചെയ്തത്. ഇനി നമുക്ക് ഈ വീടിന്റെ കോർ ഏരിയ എന്ന് പറയാവുന്ന ഒരിടം കാണാം. നടുമുറ്റവും അതിനു ചുറ്റുമുള്ള സൗകര്യങ്ങളും. ഈ വീടിന്റെ ഏതാണ്ട് മധ്യത്തിൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വിധം നിർമ്മിച്ചതാണ് ഈ കോർട്ട്യാർഡ്. പഴയകാല കേരളീയ ഗ്രഹങ്ങളിൽ പലതും നിർമ്മിച്ചിരിക്കുന്നത് ഒരു നടുമുറ്റത്തിന് ചുറ്റുമായാണ്. ആ കാഴ്ചപ്പാടിൽ നിർമ്മിച്ചതാണ് ഈ നടുമുറ്റവും. മഴയും വെയിലുമൊക്കെ സ്വാഭാവികമായി തന്നെ കടന്നു വരാവുന്ന വിധത്തിൽ ഓപ്പൺ റൂഫായി തന്നെയാണ് നിർമ്മാണം. മോഷ്ടാക്കൾ കയറിയിറങ്ങാതിരിക്കാൻ ക്രോസ് ബാറുകൾ നൽകിയിട്ടുമുണ്ട്. മഴ പെയ്തിറങ്ങാവുന്ന വിധം നല്ലൊരു കുഴിയങ്കണം തന്നെ ഇവിടെയുണ്ട്. അതിൽ പെബിൾസ് നിറച്ചതും ആകർഷകമായി. കുഴിയങ്കണത്തിന് ചുറ്റും വുഡൻ ഹാൻഡ് റെയിൽസ് നൽകിയതിനാൽ കുട്ടികളും മറ്റും വീഴുകയുമില്ല. ഈ നടുമുറ്റത്തിന് ചുറ്റുമായി നല്ല വരാന്തയും നൽകിയിട്ടുണ്ട്. അതിലൊരു വശത്തെ വരാന്ത ഏറെ സ്പേഷ്യസ് ആണ്. ആ ഭാഗത്തായാണ് ഫോർമൽ ഡൈനിങ് സ്പേസ്, അരികിൽ TV കാണുവാനുള്ള സൗകര്യം, ഒരു ക്രോക്കറി ഷെൽഫ്, ഒരു ആട്ടുകട്ടിൽ എന്നിവയും നൽകിയിരിക്കുന്നു. ആട്ടുകട്ടിലിനരികെയായി വാഷ് കൗണ്ടറിനും
ഇടം നൽകിയിരിക്കുന്നു. ഓപ്പൺ സ്റ്റൈൽ ഡൈനിങ് അറേഞ്ച്മെന്റ് ആണ്. പ്രത്യേകം നിർമ്മിച്ചെടുത്ത ടേബിളും ചെയർസുമാണ് ഇവിടെ. ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യമുണ്ട് ഇവിടെ. ചെറിയൊരു സിറ്റിംഗ് ഏരിയയാണ്. ഫാമിലി മെമ്പേഴ്സിന് ചാറ്റ് ചെയ്തിരിക്കാവുന്ന ഇടം. ഈ ഡൈനിങ് ഏരിയ, ഫാമിലി സിറ്റിംഗ് സ്പേസ്, ആട്ടുകട്ടിൽ എന്നിവയൊക്കെ ഫാമിലി ഇന്ററാക്ഷന് പറ്റിയ ഇടങ്ങളാണ്. മഴക്കാലത്ത് നടുമുറ്റത്തേക്ക് മഴ പെയ്തിറങ്ങുന്നതെന്ന് നോക്കി ഇവിടങ്ങളിലെല്ലാം ഇരിക്കാൻ ഏറെ രസകരമാണ്. ഇക്കാര്യം മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനെയൊരു നടുമുറ്റം ശ്രീ മൂസ ഇവിടെ നിർമ്മിച്ചതും. ഈ വീട് ഡിസൈൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം നടുമുറ്റമാണ്. മഴക്കാലത്ത് അതിലേക്ക് വീഴുന്ന മഴത്തുള്ളികളെ നോക്കിക്കൊണ്ട് ഇരിക്കാറുണ്ട്. അത് മനസ്സിനൊരു സുഖമാണ്. ഈ നടുമുറ്റത്തിന്റെ ഒരു അരികെ ചേർന്ന് നല്ല കവേർഡ് സ്റ്റൈലിലാണ് ഇവിടുത്തെ കിച്ചൺ ഒരുക്കിയത്. 2 സെക്ഷനായി തിരിച്ചാണ് കിച്ചന്റെ നിർമ്മാണം. വാസ്തുശാസ്ത്ര നിയമപ്രകാരം തെക്ക് കിഴക്ക് കോണിൽ, അതായത് അഗ്നികോണിലാണ് ഇവിടെ കിച്ചൺ. ട്രഡീഷണൽ സ്റ്റൈലിലാണ് സ്ഥാനമെങ്കിലും ഒരു മോഡ്യുലാർ സ്റ്റൈൽ കിച്ചണായി വളരെ ആധുനികമായാണ് കിച്ചന്റെ നിർമ്മാണം. ധാരാളം സ്റ്റോറേജ് ക്യാബിനുകൾ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ തുടങ്ങിയ സജ്ജീകരണങ്ങളും കിച്ചണിലുണ്ട്. പ്രത്യേക മുറിയായി തന്നെ നിർമ്മിച്ചതിനാൽ പാചക ജോലികൾക്ക് സ്വകാര്യതയുമുണ്ട്. പാചകഗന്ധം മറ്റു മുറികളിലേക്ക് പടരാതിരിക്കുകയും ചെയ്യും. ഇതൊരു 4 ബെഡ്റൂം ഹൗസാണ്. അതിൽ ഗസ്റ്റ് ബെഡ്റൂം നാം കണ്ടു കഴിഞ്ഞു. ഇനി മറ്റു കിടപ്പുമുറികൾ കാണാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂം. നടുമുറ്റത്തിന്റെ സൈഡ് വരാന്തയിൽ നിന്നാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി. കേരളീയ പാരമ്പര്യ വാസ്തു നിയമങ്ങൾ അനുസരിച്ച് കന്നിമൂലയിൽ, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ സ്ഥാനം. അത് പ്രകാരമാണ് ഈ കിടപ്പറയുടെ സ്ഥാനം. മനോഹരമായ ശയ്യാ സംവിധാനങ്ങളും ജാലകവിരികളും വാർഡ്രോബ്, ബാത്ത് അറ്റാച്ച് ഫെസിലിറ്റിയുമൊക്കെ ഈ കിടപ്പറയുടെ സൗകര്യമേറ്റുന്നു. ഈ മാസ്റ്റർ ബെഡ്റൂമിന് തൊട്ടിപ്പുറത്തായി ചെറിയൊരു മുറി കൂടിയുണ്ട്. നിസ്കാര മുറിയാണിത്. അതിനപ്പുറം വടക്ക് പടിഞ്ഞാറ് കോണിലായാണ് ഇവിടുത്തെ 3ാമത്തെ കിടപ്പറ. അത്യാകർഷകമാണ് ഇവിടുത്തെ ശയ്യാ സജ്ജീകരണങ്ങൾ. ഈ കിടപ്പുമുറിക്കിപ്പുറം ചെറിയൊരു പാഷ്യോ കൂടി നൽകിയിട്ടുണ്ട്. ഒരു ഔട്ട്സൈഡ് സിറ്റിംഗ് സ്പേസ്. അതിനുമിപ്പുറം വടക്ക് കിഴക്കേ കോണിൽ കാർപോർച്ചിന്റെ ഈ കോർണറിലായിട്ടാണ് ഇവിടുത്തെ 4ാമത്തെ കിടപ്പറ. അതാണ് ഇത്. ഇഷ്ടപ്പെട്ടോ? ഇത്രയുമാണ് ഈ വീടിന്റെ സൗകര്യങ്ങൾ. ഇനി ആർക്കിടെക്ചറിലായി ഈ വീടിന്റെ ചില മേന്മകൾ നമുക്ക് പരിശോധിക്കാം. വിശാലമായൊരു പ്ലോട്ടിലാണ് ഈ വീട്. വീടിന് ചുറ്റും പച്ചപ്പാർന്ന പുൽത്തകിടിയാണ്. ഈ പുൽത്തകിടി നൽകിയത് ഈ വീടിനെ ഏറെ ലിവിംഗ് ഫ്രണ്ട്ലിയാക്കുന്നു. പൊടിപടലങ്ങൾ വീട്ടിലേക്ക് കടന്നു വരാതെ നോക്കാൻ ഈ ഗാർഡൻ സഹായിക്കും. നല്ല കാറ്റ് കിട്ടാനും തുറസായ ഈ ഗാർഡൻ സഹായകമാകുന്നു. ഈ സ്ലോപ്പിംഗ് റൂഫാണ് ഈ വീടിന്റെ മറ്റൊരു പ്ലസ് പോയിന്റ്. മഴക്കാലത്ത് ചോർച്ചയുണ്ടാവില്ല. വേനൽക്കാലത്ത് ചൂട് കുറയ്ക്കുവാനും ഈ സ്ലോപ്പിംഗ് റൂഫ് സഹായിക്കും. വീടിന്റെ കോൺക്രീറ്റ് റൂഫിന് മേൽ വെയിൽ പതിക്കില്ല എന്നതാണ് കാരണം. ഈ വരാന്തയുടെ മെച്ചം നല്ലൊരു സിറ്റൗട്ട് ആണെന്നത് മാത്രമല്ല, മഴയോ വെയിലോ വീടിന്റെ മെയിൻ വാളിനെ സ്പർശിക്കാതിരിക്കുവാനും ഇത് സഹായിക്കും. അത് വീടിന് ലോങ് ലൈഫ് നൽകുകയും ചെയ്യും. വിശാലമാണ് ഇവിടുത്തെ മുറ്റം. അതാകട്ടെ കുട്ടികൾക്ക് കളിസ്ഥലമാണ്. കൂടാതെ വിശേഷ അവസരങ്ങളിൽ പാർട്ടികൾ ഒരുക്കുവാനും ധാരാളം ഗസ്റ്റുകൾ വരുന്ന വേളയിൽ അവരുടെ കാർ പാർക്കിങ്ങിനും കൂടി ഈ മുറ്റം സൗകര്യമൊരുക്കുന്നു. ഈ നടുമുറ്റമാകട്ടെ വീട്ടിലെ ചൂടുവായുവിനെ പുറന്തള്ളുവാനും ധാരാളം നാച്ചുറൽ ലൈറ്റ് കടന്നുവരുവാനും സഹായകമാകുന്നു. ചൂടുവായു പുറത്തു പോകുന്നതിനാൽ നല്ല കുളിർമ ഈ വീട്ടിൽ ലഭിക്കും. ഫോമൽ ലിവിംഗ് ഏരിയ, ഗസ്റ്റ് ബെഡ്റൂം എന്നിവയ്ക്ക് നൽകിയ പ്രൈവസി, കവേർഡ് കിച്ചൺ എന്ന നിലയിൽ കിച്ചനുള്ള പ്രൈവസി എന്നിവയും ശ്രദ്ധേയമാണ്. ഒറ്റ നിലയിലായി
വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും കഴിയാമെന്നത് ഫാമിലി മെമ്പേഴ്സിനിടയിലെ ബന്ധം ഊഷ്മളമാക്കുവാനും സഹായിക്കുന്നു. ഇപ്പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ ഐഡിയൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന നല്ലൊരു ഗൃഹനിർമ്മിതിയാണ് ഇത്. ഉടനെ ഒരു വീട് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനെ മാതൃകയാക്കാവുന്ന ഒരു വീടാണ് നാം ഇപ്പോൾ കണ്ടത്. ഇനിയൊരു ഇടവേളയാണ്, ശേഷം ഹോംവർക്ക് എന്ന സെഗ്മെന്റ്. ബ്യൂട്ടിഫുൾ ഹോംസിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഹോംവർക്ക് എന്ന സെഗ്മെന്റ്. വീട് നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ചില ഗൃഹനിർമ്മാണ വിദ്യകളാണ് ഈ സെഗ്മെന്റിൽ. നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് ഏത് തരം റൂഫിംഗ് ആണ് നല്ലത്? ഹോംവർക്കിൽ ഇന്ന് വിശദീകരിക്കുന്നത് അതേക്കുറിച്ചാണ്. കേൾക്കുക. ഏത് ദേശത്തും വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതാതിടങ്ങളിലെ കാലാവസ്ഥയെ പ്രതിരോധിക്കാനാവും വിധം വേണം അത് ഡിസൈൻ ചെയ്യാനും നിർമ്മിക്കാനും എന്നതാണ്. 6 മാസത്തോളം മഴയും അത്ര തന്നെ കാലയളവ് കടുത്ത വെയിലുമുള്ള നാടാണ് നമ്മുടേത്. അതിനാൽ കേരളത്തിൽ നിർമ്മിക്കുന്ന വീടുകൾ മഴയെയും വെയിലിനെയും പ്രതിരോധിക്കാനാവുന്നതാവണം. പ്രത്യേകിച്ച് റൂഫിംഗ് പാറ്റേണിൽ ചെരിഞ്ഞ മേൽക്കൂരയുള്ള വീടാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ലത്. ചെരിഞ്ഞ മേൽക്കൂരമേൽ മഴ പെയ്താൽ എളുപ്പം വാർന്നു പോകും. അതിനാൽ വീടിന് ചോർച്ചയുണ്ടാവില്ല. കോൺക്രീറ്റ് ഇട്ട പരന്ന റൂഫിൽ മഴ പെയ്താൽ വെള്ളം വാർന്നു പോകുവാൻ സമയമെടുക്കും. റൂഫ് ടോപ്പിൽ പൂപ്പലും പായലും പിടിക്കും. കാലക്രമേണ ചോർച്ചയും ഉണ്ടായേക്കാം. അത് വീടിന്റെ ലോങ് ലൈഫ് ഇല്ലാതാക്കും. സ്ലോപ്പിംഗ് റൂഫ് വേനലിനെ പ്രതിരോധിക്കുവാനും നല്ലതാണ്. ചെരിഞ്ഞ റൂഫിൽ വെയിൽ പതിക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. അതിനാൽ വീടിനകത്ത് ചൂട് കുറയും. പരന്ന റൂഫിൽ വെയിൽ പതിച്ചാൽ ചൂട് വീട്ടിനുള്ളിലേക്ക് ഇറങ്ങും. രാവും പകലും ഒരുപോലെ ചൂട് നിറഞ്ഞതാവും ഗൃഹാന്തരീക്ഷം. അതൊഴിവാക്കുവാൻ സ്ലോപ്പിംഗ് റൂഫാണ് ഏറ്റവും നല്ലത്. കോൺക്രീറ്റ് നിർമ്മിതമാണ് ഇന്നത്തെ വീടുകളിലേറെയും. ഇങ്ങനെ നിർമ്മിക്കുന്ന വീടുകൾക്ക് മേൽ ട്രസ് വർക്ക് ചെയ്ത് സ്ലോപ്പിംഗ് റൂഫ് ഒരുക്കാം. അങ്ങനെ വരുമ്പോൾ കോൺക്രീറ്റ് റൂഫിന് മുകളിൽ ഒരു വാക്വം ഏരിയ കിട്ടും. വീട്ടിൽ ചൂട് കുറയാൻ ആ എയർ സ്പേസ് സഹായിക്കും. മഴക്കാലത്ത് മഴവെള്ളം എളുപ്പം വാർന്നു പോകുവാനും ഇത്തരം ട്രസ് വർക്ക് സഹായകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് സ്ലോപ്പിംഗ് റൂഫ് പാറ്റേണിൽ നിർമ്മിക്കുന്ന വീടുകളാണ്. ആർക്കിടെക്ചർ രംഗത്തെ പുതിയ ട്രെൻഡുകൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു സെഗ്മെന്റാണ് ഇനി ഇന്റീരിയർ ട്രെൻഡ്സ്. ഇന്റീരിയർ ഡിസൈൻ ഒരുക്കുന്നവർ ഷോക്കേസുകൾക്ക് പകരം ഉൾപ്പെടുത്തുന്ന നീഷുകളെയാണ് ഇന്ന് ഈ സെഗ്മെന്റിൽ പരിചയപ്പെടുത്തുന്നത്. കാണുക. നീഷുകൾ ഉൾമുറി അലങ്കാരം നിർവഹിക്കുന്നവർ പുതിയതായി നമ്മുടെ വീടുകളിൽ ഒരുക്കുന്ന ഒരു ഷോക്കേസ് സംവിധാനമാണ് ഇത്. ഭിത്തികളിൽ വിവിധ വലിപ്പത്തിൽ ഷോപ്പീസുകൾ വയ്ക്കുവാൻ ഒരുക്കിയെടുക്കുന്ന കുഴിവുകളെയാണ് നീഷുകളെന്ന് പറയുന്നത്. ദീർഘചതുരാകൃതിയിലാവും ഈ കുഴിവുകൾ. അതിൽ ഫ്ലവർ ബേസോ വിവിധ ഷേപ്പിലുള്ള ആർട്ടിഫാക്ട്സോ വയ്ക്കാം. പഴയ കാലത്ത് സ്വീകരണമുറിയിൽ ചില്ലലമാരകൾ ഒരുക്കി അതിനകത്ത് കൗതുക ശില്പങ്ങൾ വെച്ച് ഷോക്കേസ് ഒരുക്കുന്ന രീതി ഉണ്ടായിരുന്നു നമുക്ക്. അതിനെ പിന്തള്ളിക്കൊണ്ടാണ് നീഷുകൾ കടന്നു വന്നത്. ഭിത്തികളിൽ പലയിടത്തായി നീഷുകൾ ഒരുക്കാം. ആകർഷകത്വം കിട്ടാനും അവയ്ക്കുള്ളിൽ വയ്ക്കുന്ന ക്യൂരിയോസുകൾക്ക് പ്രൊജക്ഷൻ കിട്ടുവാനും നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെന്റും ഒരുക്കാം. ഉൾമുറികൾക്ക് പുതിയൊരു ചന്തം നൽകുവാൻ നീഷുകൾക്കാകും. ക്യൂരിയോസുകൾ മാറ്റി മാറ്റി വെച്ച് ചന്തം കൂട്ടാനുമാകും. ബ്യൂട്ടിഫുൾ ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? വീട് നിർമ്മാണം സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ ഗൈഡ് ലൈൻ ആണ് ഈ പരമ്പര. അതിനാൽ വീട് നിർമ്മാണം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾക്കായി നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഇതാ ഫോൺ നമ്പർ. ബ്യൂട്ടിഫുൾ ഹോംസിന്റെ ആദ്യ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. മനോഹരമായ വീട്ടുകാഴ്ചകളും വീട് നിർമ്മാണം സംബന്ധിച്ച മാർഗനിർദ്ദേശവുമായി ഈ പരമ്പരയുടെ അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളെ തേടിയെത്തും. അതിനായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.